എൻ്റെ നാട്ടിലെ ഹൗസ് വാമിങ്ങിന് പെരവാസ്തുലി എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെയൊക്കെ കുടിയിരിക്കലെന്ന്. ഞാൻ പെരവാസ്തുലി എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്നാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്, കളിയാക്കുമെന്നും പറഞ്ഞു. നമ്മുടെ വീട്ടിലെത്തി അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോഴത്തേക്കും ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടിൻ്റെ മുകൾ ഭാഗം ഞാൻ കയറി കണ്ടിട്ടില്ലായിരുന്നു, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ 2 സബ്സ്ക്രൈബർ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കണ്ടുമുട്ടിയത്. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കക്ഷികൾ 2 മുകളിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറി അവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് പറയുന്നത് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ കാണാമെന്ന് പറഞ്ഞാണ് കേട്ടോ ചാടി കയറിയത്. വ്യൂ ഒക്കെ അടിപൊളിയാണ്, പക്ഷേ വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങിയെന്ന് വേണേൽ പറയാം. ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ തൊട്ടടുത്തുള്ള വീടിന്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പന്തലിട്ടത്. അപ്പോൾ ടെറസിന്റെ മുകളിൽ കയറിയതല്ലേ എന്ന് ഓർത്തിട്ട് കുറച്ച് നേരം അവിടെ ഷിനാജിനെ വായി നോക്കി നിന്ന് വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പന്തലിലോട്ട് പോയി കേട്ടോ. മട്ടൻ മന്തിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയില്ല. ചിക്കൻ ബിരിയാണി നല്ല രീതിക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെറുക്കന്മാർ ഇരുന്നത്, കാരണം അവർ വിളമ്പാനൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. എല്ലാവരുടെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ മൂത്തമ്മാൻ്റെ പഴയ വീട്ടിലേക്ക് പോയിട്ട്, അത് മലയുടെ തൊട്ട് താഴെയാണ്, അടിപൊളിയാണ് കേട്ടോ അവിടെ പോയാൽ. അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചില്ല.